Morning. Morning. വിശേഷം സുഖാണ് എല്ലാവർക്കും. സുഖാണ്. ചൂട് എങ്ങനെയുണ്ട്? സുഖാണ്. അതെ, നല്ല ചൂടാണല്ലേ? കാലത്ത് തന്നെ ഭയങ്കര ചൂടാണ്. വെയിൽ ഉദിക്കുമ്പോ തന്നെ നല്ല ചൂടാണല്ലേ? ആ, നിങ്ങൾക്ക് കുറവാണല്ലേ? ബാംഗ്ലൂരല്ലേ ഇപ്പൊ? അതെ അതെ, ഭയങ്കര ചൂട് കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് സെലക്ഷൻ ടെസ്റ്റ് എന്താണ്, അതിന്റെ അതുപോലെ തന്നെ അതിന്റെ ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിരുന്നു അല്ലെ. അതുപോലെ തന്നെ ടൈപ്സുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു അല്ലെ. ജസ്റ്റ് ഒന്ന് നോക്കാം. ടൈപ്സ് ഓഫ് ടെസ്റ്റ്. ഫസ്റ്റ് വൺ പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇന്റലിജന്റ് ടെസ്റ്റ്. അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇന്റലിജന്റ് ടെസ്റ്റ്, മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സൈക്കോമോട്ടോർ ടെസ്റ്റ്, ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അങ്ങനെ 4 രീതിയിലാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ചോദിക്കാറുണ്ട് കേട്ടോ, ഏതൊക്കെയാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഏതൊക്കെയാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഓരോന്നിന്റെയും ഡിവൈഡ് ചെയ്തിരിക്കുന്ന തരംതിരിച്ചിരിക്കുന്ന രീതികൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കും കേട്ടോ. ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണ്? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. It is a test designed for evaluating the growth level achieved by on somewhat similar and clearly stated capabilities. These capabilities may include the presentation of dimensions, numerical ability, or emotional ability. This test aims at evaluating the capability of an individual or the hidden ability to learn what has been given to him to provide proper training. ഓക്കെ, അപ്പൊ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒരു ഒറ്റ ലൈനിൽ പറഞ്ഞു തരാം. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഈസ് ആൻ aptitude test is an assessment. Aptitude test is an assessment to measure a candidate's mental aptitude. Aptitude test is an assessment to measure a candidate's mental aptitude. അതായത് മെന്റലി നമ്മൾ ഏബിൾ ആണോ എന്ന് നോക്കുന്നതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കേട്ടോ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെന്റലി ഏബിൾ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് എങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ. അതിന്റെ എയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയായ പരിശീലനം നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ആ കഴിവ് അല്ലെങ്കിൽ അവന് നൽകിയിട്ടുള്ള ആ കാര്യങ്ങൾ പഠിക്കുന്നതിന് മറഞ്ഞിരിക്കുന്ന അവന്റെ ആ കഴിവിനെ വിലയിരുത്തുന്നതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിയായ പരിശീലനം നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ആ കഴിവ് അല്ലെങ്കിൽ അവനിൽ ഉള്ള അവനിൽ നൽകിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനുള്ള അറിഞ്ഞിരിക്കുന്ന ആ കഴിവിനെ നമ്മൾ വിലയിരുത്തുന്നതാണ് ഇതിന്റെ എയിമായിട്ട് അവർ അതിൽ പറയുന്നത്. ഇനി ഡിഫറെന്റ് ടൈപ്സ്
ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇന്റലിജന്റ് ടെസ്റ്റ് ഉണ്ട്, മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, സൈക്കോമോട്ടോർ ടെസ്റ്റ് ഉണ്ട്, ക്ലിനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ഇനി ഓരോന്ന് നമുക്ക് പഠിക്കാം. ഇന്റലിജന്റ് ടെസ്റ്റ് എന്താണ്? ഇന്റലിജന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാല് these tests are made for the purpose of evaluating various mental tasks like reasoning, comprehension, and judgment. An intelligent test is designed to provide a basic idea about the individual mental ability. In simple words, this test evaluates the various human behaviors in an effective manner in comparison to any other devices. These tests provide professionals with a standard way to compare the performance of an individual with another who belongs to same age group. This test gives factual data on cultural and biological difference among people as well. അപ്പൊ എന്താണ് ഇന്റലിജന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സന്റെ ഇന്റലിജൻസ് അളക്കുന്നതിനുള്ള ടെസ്റ്റ് ആണ് ഇന്റലിജന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെ. റീസണിങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ. അപ്പൊ അതൊക്കെ എന്താണ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ശക്തി. ഇതൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇന്റലിജന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നമ്മൾ എന്താണ് ഇപ്പൊ ന്യൂമറിക്കലി റീസണിങ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാല് ഇപ്പോ സ്കൂളിൽ തന്നെ പല കുട്ടികളായാലും നമ്മൾ ഒരു പ്രോബ്ലം കൊടുത്തു കഴിഞ്ഞാല് ചിലവർക്ക് എന്താണ് നല്ല രീതിയിൽ എന്താണ് ഇന്റലിജൻസ് കൂടുതലുള്ള കുട്ടികൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു മിഡിൽ ടൈപ്പ് ഉണ്ടാവും, ഏറ്റവും ലോവർ ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും അല്ലെ. അപ്പോൾ ഈ കൂടിയ ഏറ്റവും കൂടുതലുള്ള കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് ആ പ്രോബ്ലം ക്യാച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെയാണ് മറ്റുള്ള കുട്ടികളായാലും എന്താണ് ടീച്ചറെ എന്റെ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെ പറയാറുണ്ട് ഇല്ലേ. നമ്മളായാലും നമ്മളുടെ ഒരു കുട്ടിക്കാലം ഒന്ന് ഓർത്തു നോക്കാം. ചില കുട്ടികളാണെങ്കിൽ ഭയങ്കര നല്ല രീതിയിൽ എന്താണ് പെട്ടെന്ന് പ്രോബ്ലം ഒക്കെ ക്യാച്ച് ചെയ്തിട്ട് അവർ പെട്ടെന്ന് ചെയ്ത് തീർക്കാറുണ്ട് ഇല്ലേ. അതുപോലെ തന്നെ നമ്മളായാലും ചിലപ്പോൾ ആവറേജ് ആയിരിക്കും, നമ്മളത് നോക്കി കണ്ടുപിടിച്ച് അല്ലെ. ചിലപ്പോ ലോവർ ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ചിലപ്പോൾ കിട്ടാത്തവരുണ്ടാവാം. ടീച്ചേഴ്സ് പറഞ്ഞു കൊടുത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്ത് അവരെ പഠിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ അങ്ങനെ പോകാറുണ്ട് അല്ലെ. പല ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ആണ് എന്ത് ക്ലാസ് റൂമിൽ നോക്കിയാലും അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ എടുത്തു കഴിഞ്ഞാലും ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആണ്. ഇപ്പൊ എനിക്കുള്ള ഇന്റലിജൻസ് ആയിട്ടുള്ള ജിസ്മിനിക്കുള്ളതായിട്ടുള്ള ബ്ലസ്സിക്കുള്ളത് അല്ലെ. ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് നമ്മളെല്ലാവരും ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്കുള്ള ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഒരു സെയിം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരില് നമുക്ക് ഇന്റലിജൻസ് അളക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ടെസ്റ്റിലൂടെ. എന്താണ് ഇപ്പൊ റീസണിങ് കൊടുക്കാം, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഇന്റലിജൻസ് ലെവൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. സെയിം ഗ്രൂപ്പ് ഏജ് ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും എന്താണ് ഡിഫറെന്റ് ഇന്റലിജൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് കമ്പയർ ചെയ്തിട്ട് അവര് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് അതുപോലെ തന്നെ ആവറേജ് ഏറ്റവും ലോവർ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. പിന്നെ എന്താ മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആർ ഓൾസോ കോൾഡ്, അണ്ടർലൈൻ ചെയ്യാം, മെക്കാനിക്കൽ എബിലിറ്റി ടെസ്റ്റ്. മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആർ ഓൾസോ കോൾഡ് മെക്കാനിക്കൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് കൂടിയും പറയുന്നുണ്ട്. These tests are assessed by most of the employers. For example, Navy, Army, Air Force, and any private organizations. നിങ്ങൾ കണ്ടിട്ടില്ലേ ഇപ്പൊ നേവി, ആർമി, ഫയർഫോഴ്സിലൊക്കെയാണ് ഇത്തരത്തിലുള്ള മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നടത്തുന്നത്. ഈ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ പട്ടാളക്കാരുടെ ഒക്കെ അവരൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇപ്പൊ കയറിലൊക്കെ ഇങ്ങനെ വലിച്ച് കയറ്റുന്നത്, അതുപോലെ തന്നെ ചെളിയിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ ഊർന്നിങ്ങനെ ഒക്കെ പോകുന്നതൊക്കെ ഈ വിജയുടെ ഒരു ഫിലിം ഉണ്ടായിരുന്നു പട്ടാളക്കാരുടെ ഒക്കെ. കണ്ടിട്ടില്ല? അതിനകത്ത് കണ്ടിട്ടുണ്ടോ? ആ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വിജയുടെ പോട്ടെ വേറെ ആരെങ്കിലും ഒക്കെ സിനിമയിൽ ഇപ്പൊ നേവിയുടെ, ആർമി അങ്ങനത്തെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഫിലിംസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അവര് ടെസ്റ്റുകളൊക്കെ നടത്തുന്നത് ഇല്ലേ, കണ്ടിട്ടുണ്ടോ?
ആരും കണ്ടിട്ടില്ലേ? ഖദീജ മാത്രം കണ്ടിട്ടുള്ള? കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ടെസ്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ നോക്കാം. These tests are used by the employer during the phases of a job application, and doing well in this test means that the candidate is capable for the job is looking for. Every candidate seeking new job in mechanical field or promotion to new position is required to pass the test before this he's offered for the job. അപ്പോൾ ജോബ് ലഭിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ടെസ്റ്റ് ഒക്കെ പാസ് ആയതിനു ശേഷമാണ് ആളുകളെ നമുക്ക് എടുക്കുന്നത് അല്ലെ. ആർമിയിലേക്കായാലും നേവിയിലേക്കായാലും എയർഫോഴ്സിലേക്കായാലും ഒക്കെ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ അല്ലെ, ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ അത് അവർ പാസ്സായി കഴിഞ്ഞാൽ മാത്രമാണ് ജോബ് ഓഫർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി സൈക്കോമോട്ടോർ ടെസ്റ്റ് നോക്കാം. Psychomotor tests are considered for evaluating the capability of an individual with respect to a particular job. This test also helps in taking any decision on the mental skills and motor ability and also some other qualities where an individual need to use his muscular movement and his control and coordination are involved. These tests are used to select workers for semi-skilled labors jobs such as packing, testing, examining, assembling work, etc. അപ്പോൾ സൈക്കോമോട്ടോർ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തിയുടെ കഴിവ് വിലയിരുത്തുന്നതാണ് സൈക്കോമോട്ടോർ ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്രത്യേക ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തിയുടെ കഴിവിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് എന്ത് സൈക്കോമോട്ടോർ ടെസ്റ്റ് എന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ സൈക്കോമോട്ടോർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോ ടീച്ചിങ് നമ്മള് എന്താണ് ഒരു ടീച്ചറെ ആവശ്യമുണ്ട് സ്കൂളില്, വാക്കൻസി വന്നോ ഒരു ടീച്ചറെ ആവശ്യമുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു? നമ്മള് എന്ത് കൊടുക്കും? ആഡുകൾ കൊടുക്കും അല്ലെ. പലയിടത്തും ടീച്ചർ ആവശ്യമുണ്ട്, ഇന്ന ക്വാളിഫിക്കേഷൻ വേണം, എന്താണ് കേട്ടറ്റ് വേണം, തെറ്റ് വേണം, അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ആഡുകൾ കൊടുക്കും. അപ്പൊ എന്ത് ചെയ്തു? BEd പാസ്സായ അല്ലെങ്കിൽ കേട്ടറ്റ് സെറ്റ് ഒക്കെ കിട്ടിയിട്ടുള്ള ടീച്ചേഴ്സ് എന്ത് ചെയ്തു? അപ്ലൈ ചെയ്യും അല്ലെ. ഓക്കെ, അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോ അവര് ഇന്റർവ്യൂ നടത്തും. ഇന്റർവ്യൂ നടത്തുമ്പോ എന്താണ്? ജസ്റ്റ് ഇന്റർവ്യൂ നടത്തി ഇപ്പോ എന്തിലേക്കാണ്, ഇപ്പൊ സോഷ്യൽ സയൻസോ ഇംഗ്ലീഷോ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലേക്കായിരിക്കും അവർക്ക് ആവശ്യമായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ആ ടീച്ചറെ എന്താണ് നമ്മള് ഇന്റർവ്യൂ നടത്തുമ്പോ ആ ഈ എന്താ പറയാ ആ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നോളജ് സെൽഫ് ഉണ്ടാവും ഇല്ലേ. നമ്മൾ ചോദിക്കുന്ന ആ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ടീച്ചർക്ക് ഇപ്പൊ ആൻസർ പറയുമായിരിക്കും. പക്ഷെ ഡെമോ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചർക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ടീച്ചർ ചിലപ്പോ നമ്മൾ അല്ലെങ്കിൽ ആ ടീച്ചറെ നമ്മൾ എടുക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് ആ ടീച്ചിങ് ജോബ് കൊണ്ടുപോകാനായിട്ട് പറ്റുമോ? അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ സക്സസ് ഉണ്ടാവോ ടീച്ചർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? ഉണ്ടാവോ? എന്താണ് മാർക്കും കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ നോളജ് ഉണ്ട്. പക്ഷെ ടീച്ചിങ് ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ആ ടീച്ചറെ നമ്മുടെ സ്കൂളിലേക്ക് എടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്ത് വേണം? ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികളെ കയ്യിലെടുക്കാനായിട്ടും അവർക്ക് നല്ല രീതിയിൽ എന്താണ് നോളജ് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു കഴിവ് ടീച്ചർക്ക് വേണം അല്ലെ. പണ്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും ചിലപ്പോ നിങ്ങൾക്ക് എന്താ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചറുടെ പ്രത്യേകതകളൊക്കെ എന്താ? എന്തുകൊണ്ടായിരിക്കാം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സ് ഉണ്ടാവോ അല്ലെ? ഇല്ലേ? പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ആ ടീച്ചറിന്റെ? ക്വാളിറ്റി ഇല്ലേ ടീച്ചർക്ക്? ബിഹേവിയർ അല്ലെ, പെരുമാറ്റം. പിന്നെ
ഓക്കെ. അത് ശരിയാണ്, അതൊക്കെ തന്നെയാണ് ശില്പിയും പറഞ്ഞത് അല്ലെ. പിന്നെന്താ റാപ്കോട്ട് ബിൽഡിംഗ്. ഓക്കെ. പിന്നെ ചില ടീച്ചർമാരെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഫസ്റ്റ് ഡേ വരുമ്പോ തന്നെ കുട്ടികളെ അവരുടെ കയ്യിലെടുക്കും ഇല്ലേ? കണ്ടിട്ടുണ്ടാ? അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും അല്ലെ? ആ, അപ്പൊ അങ്ങനെയുള്ള സ്കില്ല് വേണം ടീച്ചർക്ക് ഇല്ലേ? ഇപ്പൊ അല്ലെങ്കിൽ മൂച്ചാട്ട ടീച്ചർ അല്ലെങ്കിൽ എന്താണ് നമ്മളിപ്പോ ഇങ്ങനെ എന്താ പറയാ ടീച്ചർ അല്ലെ, നമ്മൾ പറയാറുണ്ടല്ലോ ടീച്ചർ ഭയങ്കര സാധനമാണ്, ഇതാണ് ടീച്ചർ എങ്ങനെയാണ് പെരുമാറുന്നത്, ഭയങ്കരമായിട്ട് തല്ലും അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെയും വരുന്ന അല്ലെങ്കിൽ അങ്ങനെയുമുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും. ചില ടീച്ചർമാരെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്താണ്? കുട്ടികളെ കയ്യിലെടുക്കാനും കുട്ടികളെ കാര്യങ്ങൾ അറിഞ്ഞ് അവരോട് പെരുമാറാനായിട്ടുള്ള കഴിവ് അവർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ടീച്ചറുടെ ക്ലാസ്സിൽ ഇരുന്നാൽ മതി, എന്താണ് നമുക്ക് വീട്ടിൽ പോയിട്ട് പഠിക്കേണ്ട ആവശ്യം വരില്ല. ആ ടീച്ചേഴ്സ് പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാച്ച് ആവും ഇല്ലേ? അപ്പൊ അത്തരത്തിലുള്ള കഴിവ് ആർക്ക് വേണമെന്നാ പറയുന്നത്? ടീച്ചേഴ്സിന് വേണം അല്ലെ? അതാണ് അവിടെ പറഞ്ഞത് സൈക്കോമോട്ടോ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന കഴിവ്, അല്ലെങ്കിൽ ഇപ്പോൾ ടീച്ചിങ് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു, നോളജും കാര്യങ്ങളും ഉണ്ട്, പക്ഷെ ടീച്ചിങ് ചെയ്യാനായിട്ടുള്ള കഴിവ് ആ ടീച്ചർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ആ സ്കൂളിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ, ഒരു സക്സസിലേക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല പഠിപ്പിക്കുന്ന കാര്യങ്ങള് അല്ലെ, ഒരു സക്സസിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ഓരോ വ്യക്തികൾക്കും അല്ലെങ്കിൽ ഓരോ ഓരോ ടീച്ചറായാലും ഇപ്പൊ എഞ്ചിനീയർ ആയാലും ഡോക്ടർക്കായാലും എന്താണ് അത്തരത്തിലുള്ള സ്കില്ല് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഴിവ്. ഇപ്പോൾ ഡോക്ടർക്ക് ആയിട്ടുണ്ടെങ്കിൽ രോഗികളെ പരിചരിക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ടീച്ചേഴ്സിലാണെങ്കിൽ കുട്ടികളെ കയ്യിലെടുത്തുകൊണ്ട് കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള നോളജ് പറഞ്ഞു കൊടുക്കാനായിട്ടും ടീച്ചിങ്ങിനുള്ള എബിലിറ്റി അല്ലെ ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് സൈക്കോമോട്ടോർ സ്കിൽ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ ഒരു ഇൻഡസ്ട്രിയിലാണെങ്കിൽ എന്താണ് ഒരു സൈക്കോമോട്ടോർ എബിലിറ്റി നമ്മൾ പറഞ്ഞു ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ സൈക്കോമോട്ടോർ ടെസ്റ്റ് നടത്തുന്നത് ആർക്കൊക്കെയാണ്? സെമി സ്കിൽഡ്, ലേബേഴ്സ് വർക്ക് അല്ലെ, ഏതൊക്കെയാണ്? പാക്കിങ്, ടെസ്റ്റിങ്, അതുപോലെ എക്സാമിനിങ്, അസംബ്ലിംഗ് വർക്ക്, ഇത്തരത്തിലുള്ള ജോലികളിലേക്കാണ് ഈ ടെസ്റ്റുകൾ നമ്മൾ നടത്തിയിട്ട് ആളുകളെ സെലക്ട് ചെയ്തെടുക്കുന്നത്. പാക്കിങ്ങിനൊക്കെ എന്താണ് ഇപ്പൊ നമ്മൾ പറയാറുണ്ടല്ലേ, കണ്ണെത്തുന്നിടത്ത് കയ്യെത്തണം, അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട് ഇല്ലേ? അപ്പൊ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടി ചെയ്യാനായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ലേബേഴ്സിന് ഉണ്ടാവണം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പാക്കിങ്, ടെസ്റ്റിങ്, എക്സാമിനിങ്, അസംബ്ലിംഗ് വർക്ക്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സ്കില്ല് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്? സൈക്കോമോട്ടോർ ടെസ്റ്റുകൾ അപ്ലൈ ചെയ്തിട്ടാണ്. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. These tests are designed to the purpose of recognizing such a candidate who are capable of working actively and perfectly in administrative roles in mistake in building, accounting or shipping. Information may cause a big loss to the organization. Organization use this test while hiring people for clerical job, cashier, warehouse workers, bank staff, etc. Where high concentration and accuracy are most important. This test evaluates the particular abilities required for the official work. Test may include spelling, copy, computerization, word measuring, comprehension, etc. These tests are variable in nature due to the variety of job requirements. അപ്പോൾ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെ, ക്ലറിക്കൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എബിലിറ്റി ആളുകള് അത്തരത്തിലുള്ള എബിലിറ്റി ഉണ്ടോ നോക്കിയിട്ട് ആളുകളെ സെലക്ട് ചെയ്തതാണ് ഇത് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലറിക്കൽ അറിയാലോ, ക്ലർക്ക് അല്ലെ, ക്ലറിക്കൽ വർക്കും കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു സ്കില്ല് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു എംപ്ലോയിക്ക് ഉണ്ടാവണം. അങ്ങനെ അത്തരത്തിലുള്ള എംപ്ലോയീസിനെയാണ് നമ്മൾ ഈ ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത്.
ഇങ്ങനെയുള്ള കാൻഡിഡേറ്റിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെയാണ് അവർക്ക് ഉണ്ടാവേണ്ടത് എന്നുള്ളത് ശ്രദ്ധിക്കണം നമ്മള്. നല്ല രീതിയിലുള്ള ഒരു ഹൈ കോൺസെൻട്രേഷൻ അവർക്ക് ഉണ്ടാവണം അല്ലെ. ക്ലറിക്കൽ വർക്ക് കാര്യങ്ങളാണ്, എന്തെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്ത് തെറ്റിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. നമ്മൾ ഉത്തരം പറയേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ കണക്ക് കാര്യങ്ങളായാലും എന്തെങ്കിലും എന്താ റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ ആയാലും നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അതില് നല്ല രീതിയിലുള്ള ഒരു കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കോൺസെൻട്രേഷൻ സ്കിൽ ഉണ്ടോ, അതുപോലെ തന്നെ ആക്യുറേറ്റ് ഉണ്ടോ, ആക്യുറസി ആണോ, അപ്പൊ അങ്ങനെയുള്ള കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ട് വേണം അത്തരത്തിലുള്ള ആളുകളെ വേണം നമ്മള് ഈ ടെസ്റ്റ് വഴി, ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി സെലക്ട് ചെയ്തെടുക്കാനായിട്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് ഹൈ കോൺസെൻട്രേഷൻ വേണം, ആക്യുറസി വേണം കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ നോക്കിയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഏതൊക്കെ വർക്കുകളിലാണ്? ഒഫീഷ്യൽ വർക്കാണ് അല്ലെ, കൃത്യമായിട്ട് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഒഫീഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് ക്ലറിക്കൽ വർക്ക് എന്ന് പറയുന്നത്. ദിസ് ടെസ്റ്റ് മേ ബി ഇൻക്ലൂഡ് സ്പെല്ലിംഗ്, കോപ്പിംഗ്, അതെ, കമ്പ്യൂട്ടറൈസേഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഹൈ കോൺസെൻട്രേഷൻ അവർക്ക് ഉണ്ടായിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം എല്ലാ കാര്യങ്ങളും. അത്തരത്തിലുള്ള ആളുകളെ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ഈ ടെസ്റ്റ് വഴി, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി കേട്ടോ. ഓക്കെ, മനസ്സിലാക്കി. അപ്പൊ നമ്മൾ പറഞ്ഞത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇന്റലിജന്റ് ടെസ്റ്റ് ഉണ്ട്, മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ഇവിടെ അണ്ടർലൈൻ ചെയ്യേണ്ടത് മെക്കാനിക്കൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് കൂടി പറയുന്നുണ്ട് കേട്ടോ. അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് അത് ആ കൺസെപ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നേവി, ആർമി എന്നുള്ളത് മനസ്സിൽ കൊണ്ടുവരാം. അതുപോലെ ഇന്റലിജന്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, മെന്റൽ എബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. നമുക്കറിയാം ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ഉണ്ട്. അല്ലെങ്കിൽ ക്ലാസ് റൂം ഓർത്താൽ മതി, കുട്ടികളെ ഓർത്താൽ മതി. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്ത് നോക്കാം. ഇനി സൈക്കോമോട്ടോർ ടെസ്റ്റ് അറിയാലോ. നമ്മള് എന്താണ് സൈക്കോമോട്ടോർ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു കഴിവിനെയാണ് നമ്മൾ അതിനകത്ത് നോക്കുന്നത്. നമ്മള് പറഞ്ഞു ടീച്ചിങ്ങിന്റെ കാര്യം പറഞ്ഞു അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് കണക്ട് ചെയ്ത് നോക്കാം. ഇനി ക്ലറിക്കൽ ആവുമ്പോ ക്ലറിക്കൽ, ഓക്കെ, എന്താണ് ഓഫീസ് വർക്ക് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ഹൈ കോൺസെൻട്രേഷൻ വേണം, ആക്യുറേറ്റ് ആയിരിക്കണം എല്ലാ കാര്യങ്ങളും. അത്തരത്തിലുള്ള ആളുകളെയാണ് സെലക്ട് ചെയ്യുന്നത്. അയച്ചു നോക്കാം കേട്ടോ.
വെച്ച് കഴിഞ്ഞോ? നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് എന്താണ്? അച്ചീവ്മെന്റ് ടെസ്റ്റ് അല്ലെ? അച്ചീവ്മെന്റ് ടെസ്റ്റ് ഇറ്റ് ഈസ് എ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് which will evaluate the knowledge level of an individual in a specific field. എന്താണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാല്? ഇറ്റ്സ് എ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ആണ് അല്ലെ? സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ആണ്. ഇതിൽ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഒരു കാൻഡിഡേറ്റിന് എന്താണ് ഒരു സ്പെസിഫിക് ഫീൽഡില് നോളജ് എത്രത്തോളം ഉണ്ട്, ആ നോളജ് ലെവല് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് എന്ത്? അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാം. എന്താണ്? ഒരു സ്പെസിഫിക് ഫീൽഡില് ഒരു കാൻഡിഡേറ്റിന് അല്ലെങ്കിൽ ഒരു പേഴ്സണ് എത്രത്തോളം നോളജ് ഉണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. Compared to an aptitude test which aims at evaluating the individual's capability to learn like maths, geography or science. അല്ലെ, അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ മാത്സ് ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, അതുപോലെ തന്നെ സയൻസ് ഉണ്ട് അല്ലെ. ഈ സബ്ജക്റ്റിലൊക്കെ ഈ കാൻഡിഡേറ്റിന് എത്രത്തോളം കഴിവുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നോളജ് ലെവൽ ഉണ്ട് എന്നുള്ളത് അളക്കുന്നതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? Achievement test is consist of the following types of test. ഏതൊക്കെയാണ് അച്ചീവ്മെന്റ് ടെസ്റ്റിന്റെ ടൈപ്സ് എന്ന് പറയുന്നത്? ജോബ് നോളജ് ടെസ്റ്റ് ഉണ്ട്, വർക്ക് സാമ്പിൾ ടെസ്റ്റ് ഉണ്ട്. രണ്ട് ടൈപ്പ് ആണുള്ളത്, ജോബ് നോളജ് ടെസ്റ്റും വർക്ക് സാമ്പിൾ ടെസ്റ്റും. ഓക്കെ, ജോബ് നോളജ് ടെസ്റ്റ്. Job knowledge test evaluates an individual's knowledge level pertaining to a specific job. Example, a junior lecturer submits an application for the post of a senior lecturer in commerce department. He is supposed to take the test of job-related knowledge, where he may require answering some accountancy principles, banking laws, business management. അപ്പൊ എന്താണ് അവിടെ? എന്ത് പോസ്റ്റ് ആണുള്ളത്? ഒരു സീനിയർ ലെക്ചറിന്റെ പോസ്റ്റ് ഉണ്ട് അല്ലെ, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റില്. അപ്പൊ അദ്ദേഹത്തിന് ആ സീനിയർ ലെക്ചർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എടുക്കണം അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഈ നമ്മള് ഇന്റർവ്യൂ നടത്തുമ്പോ എന്താണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിള്, അതുപോലെ തന്നെ മാനേജ്മെന്റ്, ബിസിനസ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ ബാങ്കിങ് ലോസ്, ഇതിനെ കുറിച്ചൊക്കെ നോളജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ജോബ് നോളജ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സ്പെസിഫിക് സബ്ജക്റ്റില് അദ്ദേഹത്തിന് നോളജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് എന്ത്? ജോബ് നോളജ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതിൽ തന്നെയുണ്ട് ജോബ് നോളജ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റില് എന്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്, നോളജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ജോബ് നോളജ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം, വർക്ക് സാമ്പിൾ ടെസ്റ്റ്. This test involves the assigning a part of the actual work to the candidate in a form of a test, and the candidate is required to do it. For example, if an individual is applying for the vacancy of a management lecturer, he may be asked to deliver a lecture on a management information system as work sample test. അതായത് എന്താണ് വർക്ക് സാമ്പിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് എന്താണ് ഒരു വ്യക്തിക്ക് എന്താണ് അത് ചെയ്യാനായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ പറയാം, ഒരു ടീച്ചർക്ക് എന്താണ് നോളജ് കാര്യങ്ങളും ആ സ്പെസിഫിക് ഫീൽഡിൽ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ കൊമേഴ്സ് ഫീൽഡിൽ ഒരു ടീച്ചറെ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ആ റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആയാലും ബാങ്കിങ് ലോസ് ആയാലും മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാല് എന്തുണ്ടാവും? നോളജ് ഉണ്ടാവും. അതാണ് ജോബ് നോളജ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി വർക്ക് സാമ്പിൾ ടെസ്റ്റിലേക്ക് വരുമ്പോ ആ ടീച്ചർക്ക് അത് ഡെമോ ക്ലാസ് എടുക്കാൻ പറഞ്ഞു. നമ്മള് ഡെമോ ക്ലാസ് എടുക്കുമ്പോ ആ ക്ലാസ് എടുക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് വർക്ക് സാമ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്നത്. ജോബ് നോളജ് ആണെങ്കിൽ ആ സ്പെസിഫിക് ഫീൽഡിൽ നോളജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്.
വർക്ക് സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡെമോ ക്ലാസ് എടുക്കുമ്പോൾ അതിനകത്ത് എന്താണ് പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഇത് വർക്ക് സാമ്പിൾ ടെസ്റ്റ്. നമ്മൾ ഡെമോ ക്ലാസ് എടുക്കാൻ പറഞ്ഞു അല്ലെ. ഏതൊരു ടീച്ചിങ് മേഖലയിലും ഇന്റർവ്യൂ നടത്തുമ്പോൾ എന്താണ് ഡെമോ ക്ലാസ് എടുപ്പിക്കാറുണ്ട് ഇല്ലേ. അവർക്ക് ആ ടീച്ചിങ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഡെമോ ക്ലാസ് എടുത്തു നോക്കുന്നത് അല്ലെ. അങ്ങനെ എടുത്തു നോക്കിയപ്പോ നല്ല രീതിയിൽ ടീച്ചിങ് ചെയ്യാനായിട്ടുള്ള സ്കിൽ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വർക്ക് സാമ്പിൾ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? വർക്ക് സാമ്പിൾ എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് ഉണ്ടോ, അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ജോബ് നോളജ് എന്ന് പറഞ്ഞാല് നോളജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അത്തരത്തിലുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത് അച്ചീവ്മെന്റ് ടെസ്റ്റിന്റെ ഡിഫറൻസ് ആയിട്ടുള്ള കാറ്റഗറീസ്. ജോബ് നോളജ് ടെസ്റ്റ് ഉണ്ട്, വർക്ക് സാമ്പിൾ ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, അനുസരിക്കേ. ഓക്കെ, ഒരു ലൈനും കൂടെ ഉണ്ട് അല്ലെ. Therefore, if success of an individual in his career is evaluated on the basis of his knowledge pertaining to his job and actual work experience. അതായത് ഒരു വ്യക്തിയുടെ കരിയറിലെ വിജയം വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് അയാളുടെ ജോലിയെ കുറിച്ചുള്ള അറിവിന്റെയും യഥാർത്ഥ പ്രവൃത്തി പരിചയത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അത് ആ കരിയറിലെ സക്സസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ്? അയാളുടെ ജോലിയെ കുറിച്ചുള്ള അറിവും അതുപോലെ തന്നെ യഥാർത്ഥ പ്രവൃത്തി പരിചയത്തിന്റെയും അടിസ്ഥാനത്തിലാണ് അവിടെ പറയുന്നത്. അയച്ചു നോക്കാം കേട്ടോ. അച്ചീവ്മെന്റ് ടെസ്റ്റ് അതിന്റെ കാറ്റഗറീസ്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ആണ് സിറ്റുവേഷണൽ ടെസ്റ്റ്. Situational tests are designed to so that a person's natural response can be observed in real life conditions. These tests are based on the assumptions of teaching people in a practical situation and observing reactions in learn how people responded to that particular situation.
This test exposes individuals to instructions, excitement, stress, monotony, or some other situations so as to exhibit their personality traits. These tests are some time-consuming and costly. Okay, അപ്പൊ സിറ്റുവേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു സിറ്റുവേഷൻസ് കൊടുക്കും പേഴ്സൺസ്. ആ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് അവർ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു സിറ്റുവേഷൻസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവര് റെസ്പോണ്ട് ചെയ്യുന്നത് എന്താണ്? ചിലപ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവാം, എക്സൈറ്റ്മെന്റ് ഉണ്ടാവാം, സ്ട്രെസ് ഉണ്ടാവാം അല്ലെ. അതുപോലെ തന്നെ മൊണോട്ടോണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിരസത, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അവരിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട് അങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തുന്നത്. ഓക്കെ, ചിലപ്പോ എന്താണ് ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളും ടാർജറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഓരോ കാൻഡിഡേറ്റ് ഒക്കെ പറയാറുണ്ടല്ലേ, നമുക്ക് മടുത്തു അല്ലെങ്കിൽ പോലെ നമുക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒരു 6 മാസം വരെ പിടിച്ചു നിൽക്കാൻ നോക്കുകയാണ് അല്ലെ. അങ്ങനെയുള്ള എനിക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അല്ലെ. അപ്പൊ ഈ സിറ്റുവേഷണൽ ടെസ്റ്റിലൂടെ നമുക്ക് എന്താണ് ഓരോ എംപ്ലോയീസിന്റെ ഫ്രസ്ട്രേഷൻസ്, എക്സൈറ്റ്മെന്റ്, അതുപോലെ തന്നെ വിരസത, മൊണോട്ടോണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിരസത, സ്ട്രെസ്, ഇതൊക്കെ നമുക്ക് ആ ടെസ്റ്റിലൂടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടൈം കൺസ്യൂമിങ് ആണ്, കോസ്റ്റ്ലി ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. സിറ്റുവേഷൻ ടെസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ടൈം കൺസ്യൂമിങ് ആണ്, അതുപോലെ തന്നെ കോസ്റ്റ്ലി ആണ്. ഇനി എന്താണ് അതിന്റെ കാറ്റഗറി നോക്കുന്നത്? ഗ്രൂപ്പ് ഡിസ്കഷനും ഇൻ പാസ്റ്റും ടൈപ്സിൽ വരുന്നത്. ഓക്കെ, ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് അറിയാമല്ലോ, GD, അതിന്റെ ഷോർട്ട് ഫോം ആണ് GD. ജനറലി group discussion is used to manage this test by resolving a problem. In group discussion, candidates are evaluated in several areas like initiating, leading, suggesting meaningful ideas, interpersonal skills, oral communication skills, coordinating, concluding skills, etc. Okay. ഗ്രൂപ്പ് ഡിസ്കഷനിൽ ആരെങ്കിലൊക്കെ ഇന്റർവ്യൂവിന് പോയി പങ്കെടുത്തിട്ടുണ്ടോ? ക്ലാസ്സില് ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്തവരുണ്ടോ? ഇല്ല, ആരുമില്ല. എന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു കേട്ടോ. അവള് ഈ എന്താ ബാങ്ക് കോച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് ടെസ്റ്റ് ഒക്കെ പാസ്സായി. അപ്പൊ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നപ്പോ ആൾക്കും ഇങ്ങനെ ഒരു GD ഗ്രൂപ്പ് ഡിസ്കഷൻ സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പായിട്ട് ഇരുത്തും. എന്നിട്ട് ഓരോരുത്തർക്കും ഓരോ ടോപ്പിക് കൊടുക്കും. അവര് ടോപ്പിക് കൊടുത്തിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് 5 അല്ലെങ്കിൽ 10 മിനിറ്റോ സംസാരിക്കണം. അതാണ് എന്തെന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ടോപ്പിക് കൊടുത്തിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ ആള് അതില് ഫെയിൽഡ് ആയി എന്നാണ് പറഞ്ഞത്. ആള് അത് സംസാരിക്കാൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടായിരുന്നു. ചിലവർക്ക് ഇങ്ങനെ എന്താ മറ്റുള്ളവരെ ഫേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇത് ചിലപ്പോ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇന്റർവ്യൂ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ. അപ്പൊ അങ്ങനെ ആളതില് ഫെയിൽ ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അത് കിട്ടിയില്ല, ജോബ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതാണ് ഒരു അനുഭവം എന്ന് പറയുന്നത്, എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പൊ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടോപ്പിക് കൊടുക്കും, എന്നിട്ട് നമ്മൾ സംസാരിക്കാൻ പറയും. അത് ചിലപ്പോ ഇംഗ്ലീഷിൽ നല്ല രീതിയിൽ ഇപ്പൊ ഇംഗ്ലീഷിൽ വേണം സംസാരിക്കാനായിട്ട്. പിന്നെ നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടോ നോക്കും, മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള ഒരു രീതിയിൽ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്, ഇന്റർപേഴ്സണൽ സ്കിൽസ്, അതുപോലെ തന്നെ നല്ല രീതിയിൽ അല്ലെ എന്താണ് പല ഐഡിയാസ് നമുക്ക് അതിനകത്തൊക്കെ പറയാൻ പറ്റും. അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് ആ ടോപ്പിക് നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് നോക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സ്കില്ല് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. സിറ്റുവേഷൻ കൊടുക്കാം അല്ലെ, ഒരു ടോപ്പിക് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഒരു ടോപ്പിക് കൊടുത്തിട്ട് അതെങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നു, നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തോ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ ടാസ്ക് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് ഇൻ പാസ്റ്റ്. In this type of a test, candidates are provided with the actual letters, cell phones, and telegraphic message report and other requirements by the offices of the
organization, including proper information regarding the job and the organization. The candidate must use the in-basket information to make the decision based on the requirements, the outline and in the message. അതായത് in-basket എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. ഒറ്റ ലൈനിൽ മിസ് പറഞ്ഞു തരാം. ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം. In-basket test is a simulation based assessment used to evaluate a candidate. In-basket test is a simulation-based assessment. One minute ago. Okay. In-basket test is a simulation-based assessment used to evaluate a candidates. Okay. Example ആയിട്ട് കൊടുക്കാം managerial skills, decision making abilities. അറിയാൻ വേണ്ടിയിട്ട് managerial skills, decision making abilities. In-basket ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് എന്താണ് in-basket എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാൻഡിഡേറ്റിനെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സിമുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിനെയാണ് നമ്മൾ പറയുന്നത് ഈ in-basket എന്ന് പറയുന്നത്. അതായത് ഇപ്പോ എന്താണ് ഈ ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന് നമ്മൾ പല ലെറ്റേഴ്സ്, അതുപോലെ തന്നെ ടെലോഗ്രാഫിക് മെസ്സേജുകള്, പല റിപ്പോർട്ടുകള്, അത് ജോലിയെയും സ്ഥാപനത്തെയും കുറിച്ചുള്ള ശരിയായ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ആവശ്യകതകള് എന്ന സ്ഥാപനത്തിന്റെ ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട്. കത്തുകളിലൂടെയും സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് പല ഇൻഫർമേഷൻസും കത്തുകളിലൂടെയും അതുപോലെ തന്നെ ടെലോഗ്രാഫിക് മെസ്സേജിലൂടെയും അതുപോലെ തന്നെ പല റിപ്പോർട്ടുകൾ വഴി ഇവർക്ക് അയക്കും, കാൻഡിഡേറ്റ്സിന് അയക്കും. എന്നിട്ട് കാൻഡിഡേറ്റ്സിന് അത് നോക്കിയിട്ട് എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നുണ്ടോ, അത് എന്തെങ്കിലും മാനേജ്മെന്റ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ് in-basket എന്ന് പറഞ്ഞാല്. കാൻഡിഡേറ്റ്സിന് എന്ത് കൊടുക്കുന്നുണ്ട്? ഈ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട പല ആവശ്യകതകളും അനുസരിച്ചുള്ള പല റിപ്പോർട്ടുകൾ, പല സന്ദേശങ്ങള്, ടെലോഗ്രാഫിക് മെസ്സേജ് വഴിയും അതുപോലെ തന്നെ ടെലിഫോണിൽ വഴിയും അതുപോലെ തന്നെ എന്താണ് പല റിപ്പോർട്ടുകളിലൂടെയും അതുപോലെ പല ലെറ്റേഴ്സിലൂടെയൊക്കെ ഇവർക്ക് അയക്കുന്നുണ്ട്, കാൻഡിഡേറ്റ്സിന് അയക്കും ഓർഗനൈസേഷനിൽ. എന്നിട്ട് ഇവർക്ക് അതിൽ നിന്ന് അതിനെ വിലയിരുത്തി അതിനെ നോക്കിയിട്ട് അവർക്ക് പല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ടോ, അപ്പൊ എന്താണ് ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് അവർക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് മാനേജീരിയൽ എബിലിറ്റി അല്ലെ, മാനേജീരിയൽ സ്കിൽസ് ഉണ്ടോ എന്നുള്ളതും അതിലൂടെ ചെക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള കഴിവുകളെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ കാൻഡിഡേറ്റ്സിന് നടത്തുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ആക്ച്വലി ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടോ, അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ സ്കിൽ ഉണ്ടോ, അതുപോലെ കൺക്ലൂഡിങ് സ്കില്ല്, എല്ലാം കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനായിട്ടുള്ള സ്കിൽ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഒരു ടോപ്പിക് കൊടുത്തിട്ട് സംസാരിക്കാനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെ. അപ്പൊ അങ്ങനെ വെച്ച് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ in-basket എന്ന് പറഞ്ഞാല് എല്ലാ വിവരങ്ങളും കാൻഡിഡേറ്റ്സിന് കൊടുക്കും. റിപ്പോർട്ടുകള്, അതുപോലെ തന്നെ ടെലോഗ്രാഫിക് മെസ്സേജുകൾ വഴി, ലെറ്റേഴ്സുകൾ വഴി, പല റിപ്പോർട്ടുകളിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നത് ഓർഗനൈസേഷന്റെ ഇൻഫർമേഷൻസ്, ഓർഗനൈസേഷന്റെ പല ആവശ്യകതകളുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നത് ഇവർക്ക് പാസ് ചെയ്യും. അങ്ങനെ ഇവര് അത് നോക്കിയിട്ട് ഇവർക്ക് എന്താണ് കാൻഡിഡേറ്റ്സിന് അത് നോക്കിയിട്ട് പല ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്കില്ല് അവർക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് in-basket ടെസ്റ്റിലൂടെ നമ്മൾ കാണുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സിറ്റുവേഷണൽ ടെസ്റ്റിലൂടെ പറയുന്നത് കേട്ടോ. ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട് അവർക്ക് അത്തരത്തിലുള്ള കഴിവുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതിലൂടെ അവർക്ക് ഇപ്പൊ ഫ്രസ്ട്രേഷൻ വരാം, എക്സൈറ്റ്മെന്റ് വരാം, അതൊക്കെ
അളക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ വിരസത, സ്ട്രെസ്, ഇതൊക്കെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ കൊടുക്കുമ്പോൾ അവർക്ക് അത് ഉണ്ടാകുന്നുണ്ടല്ലോ, പല കാൻഡിഡേറ്റ്സിനും ഉണ്ടാകുന്നുണ്ട്. അത് അളക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ ഡിഫറെന്റ് കാറ്റഗറീസ് ആണ് ഗ്രൂപ്പ് ഡിസ്കഷനും ഇൻ ബാസ്കറ്റ് എന്ന് പറയും. ആക്ച്വലി ക്ലിയർ ആണോ എത്ര വരെ എടുത്തത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, നമുക്കിപ്പോ ഇത്ര വെച്ച് നമുക്ക് നിർത്താം. ബാക്കി നെക്സ്റ്റ് ക്ലാസ് എടുക്കാം. ഓക്കെ, താങ്ക് യു.